നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മൾ നോക്കിയത് അക്വാസ്കേപ്പിങ്ങിൻ്റെ ബേസിക്സ് ആയിരുന്നു, മെയിൻ്റനൻസ് അതുപോലെ കാര്യങ്ങളൊക്കെയാണ് നോക്കിയിരുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് അക്വാസ്കേപ്പിംഗ് ആവശ്യമായ പ്ലാന്റ്സ് അതേപോലെ മറ്റ് കെമിക്കൽസും കാര്യങ്ങളൊക്കെയാണ്. ട്രോപ്പിക്ക എന്ന ബ്രാൻഡിലെ പ്ലാന്റ്സ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ്, മീഡിയം അതേപോലെ തന്നെ ഈസി പ്ലാന്റ്സ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ട്രോപ്പിക്ക മാത്രമല്ല, ഞാൻ ADAയുടെ പ്ലാന്റ്സും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മുന്നേ എൻ്റെ അക്വേറിയത്തിൽ ഉണ്ടായിരുന്ന മറ്റ് പ്ലാന്റ്സും ഞാൻ ട്രിം ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫിഷ് ഷോപ്പിൽ നിന്നും മേടിക്കുന്ന പ്ലാന്റ്സ്, റോക്സ്, സാൻഡ് അതേപോലെ തന്നെ ഡ്രിഫ്റ്റ് വുഡ് ഇതെല്ലാം അക്വേറിയത്തിലേക്ക് ഇടും മുന്നേ സെപ്പറേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്ലാന്റ്സ് എല്ലാം അക്വേറിയത്തിലേക്ക് പ്ലാന്റ് ചെയ്യുന്നത്. വളരെ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു ടൂൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ ടിഷ്യൂ കൾച്ചർ വഴിയാണ് ഇത് വിരിയിച്ചെടുത്തത്. ഇതിൻ്റെ അടിയിലത്തെ ജെല്ല് കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ട് വേണം ഇത് അക്വേറിയത്തിലേക്ക് പ്ലാന്റ് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഈ അക്വേറിയത്തിന് ഹാർംഫുള്ളായ ഇൻസെക്ട്സ്, പെസ്റ്റിസൈഡ് അതേപോലെ ആൽഗി ഒന്നും ഇതിനുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എക്സ്പെൻസീവാണ്, ബട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് ഇത് അക്വേറിയത്തിന്. സോ ഈ ഒരു കപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെഡ്, യെല്ലോ, ഗ്രീൻ ലോഗോസ് കാണാൻ പറ്റും. ഗ്രീൻ എന്ന് പറയുമ്പോൾ ഈസി, റെഡ് എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ആണ്. സോ ആ ഒരു പ്ലാന്റ് എത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം എളുപ്പം നമുക്കതിനെ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഇത് പറയുന്നത്. അതേപോലെ തന്നെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്, ബാക്ക് അങ്ങനെ കാണാൻ പറ്റും. അത് ഈ പ്ലാന്റ് അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിലാണോ അതോ ബാക്കിലാണോ അതോ മിഡിൽ പോർഷനിലാണോ റെക്കമെൻഡഡ് എന്നാണ് അത് പറയുന്നത്. സോ നമ്മൾ ഇനി വെള്ളം നിറക്കാൻ പോവാണ്. വെള്ളം നിറക്കും മുന്നേ നമ്മളൊരു പ്ലാസ്റ്റിക് ബാഗ് അക്വേറിയം കംപ്ലീറ്റ് മെയിനായിട്ട് നമ്മൾ മണ്ണും ചെടിയും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് വെക്കുന്നത്. ഇത് വെക്കാൻ കാരണം വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കാൻ നേരത്ത് വെള്ളം കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ചെടികൾ ഇപ്പോൾ ജസ്റ്റ് പ്ലാന്റ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ വേര് പിടിക്കാൻ ഇനി ടൈം എടുക്കും. സോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ അക്വേറിയത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. അത് വെള്ളത്തിൻ്റെ ആ ഒരു ഫോഴ്സ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ ഡിഫ്യൂസർ ക്ലീൻ ചെയ്തിട്ട് അക്വേറിയത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള CO2 വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിഫ്യൂസർ യൂസ് ചെയ്യുന്നത്. ഫൈനലി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അക്വേറിയം ഫിൽട്രേഷൻ, അതേപോലെ തന്നെ അക്വേറിയത്തിന് വേണ്ട കെമിക്കൽസും മറ്റ് ന്യൂട്രീഷ്യൻസും ആണ് നമ്മളിനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഡൈമാക്സിൻ്റെ കണ്ടീഷണർ സീരീസ് പെടുന്ന ഇൻസ്റ്റൻറ്റ് സ്റ്റാർട്ടാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത്. ഇത് ഫ്രഷ് വാട്ടറിലും അതേപോലെ തന്നെ സാൾട്ട് വാട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. ഫിഷിന് ഹാർംഫുള്ളായ ക്ലോറിൻ അതുപോലെയുള്ള കെമിക്കൽസൊക്കെ റിമൂവ് ചെയ്യാനാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഫിഷിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള മരുന്നും ഇതിൽ ആഡഡ് ആണ്. സിംഗിൾ കപ്പ് മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫിൽറ്റർ കഴുകാൻ പോവാണ്. ഇഹിയം ലിബർട്ടി 200 ഹാങ്ങിങ് ഫിൽറ്ററാണിത്. ഇതൊരു സെമി കാനിസ്റ്റർ ഫിൽറ്റർ ആട്ടോ. ഇത് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു കാനിസ്റ്റർ ഫിൽറ്ററാണിത്. ആദ്യം ഇതിൻ്റെ അകത്തുള്ള ഫിൽട്രേഷൻ യൂണിറ്റ്സ് കംപ്ലീറ്റ് പുറത്തേക്ക് എടുക്കുകയാണ്. അതിനുശേഷം അത് കഴിഞ്ഞ് നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കംപ്ലീറ്റ് ആൽഗി തുടച്ചെടുക്കണം. നെക്സ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ സർഫസ് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്.
നെക്സ്റ്റ് നമ്മൾ അകത്തെ കണ്ടൻറ്റ്സ് ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഓൾറെഡി ഞാൻ ഈ ഒരു ഫിൽറ്റർ ഓൾമോസ്റ്റ് 3 years യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ചില ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റാൻ പോവുകയാണ് ഇവിടെ. ഓരോന്നിൻ്റെയും യൂസേജ് ഡിഫറെൻ്റ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പുതിയതും അതേപോലെ പഴയതും കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് 2-3 വർഷം വരെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാട്രിഡ്ജ് എന്നാണ് ഇതിനെ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡൈമാക്സിൻ്റെ 3-in-1 അക്വേരിയം മീഡിയ ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് വെള്ളത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാനാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് വൂൾ, അതേപോലെ തന്നെ ആക്ടിവേറ്റഡ് കാർബൺ, ഫൈനലി ബയോ ഗ്ലാസ് ബോളാണ് ഇതിൻ്റെ അകത്തെ കണ്ടൻറ്റ്. ഇത് ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഇടും മുന്നേ നമ്മൾ ഫിൽറ്ററിൻ്റെ പൈപ്പ് അതിന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് അടിയിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. ഇത് ഇടണം എന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വൈറ്റ് വൂളും കൂടി നമ്മൾ ആഡ് ചെയ്യണം ഇതിൻ്റെ മുകളിലോട്ടേക്ക്. അതിനുശേഷം ഫിൽറ്റർ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഫൈനലി ഫിൽറ്ററിൻ്റെ പൈപ്പും കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അക്വേറിയത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അക്വേറിയത്തിൻ്റെ ബാക്കിൽ നടുക്കായിട്ടാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്വിച്ച് ഓൺ ആക്കും മുന്നേ ഫിൽറ്ററിൻ്റെ ബാക്കിൽ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ സ്വിച്ച് ഓൺ ചെയ്യുക. ഈ ഒരു സിസ്റ്റം മൊത്തത്തിൽ വർക്ക് ചെയ്യുന്ന സോനോഫിലാണ്. ആപ്പ് കൺട്രോൾഡാണിത്. ഫിൽറ്റർ എപ്പോഴും ഫുൾ ഫോഴ്സിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലൈറ്റ് ഓൺ ആക്കി കൊടുക്കുക. 8 മണിക്കൂറാണ് ലൈറ്റ് റെക്കമെൻഡ്. നെക്സ്റ്റ് നമ്മൾ ബെനിഫിഷ്യൽ ബാക്ടീരിയ ബോൾസാണ് നമ്മൾ അക്വേറിയത്തിലേക്ക് ഇടാൻ പോകുന്നത്. ഇത് ഒരെണ്ണം ഇട്ടാൽ മതി. എൻ്റേത് അറൗണ്ട് 20-25 ഗാലൺ ടാങ്കാണ്. അതിൽ ഒരെണ്ണം മാത്രം മതി. നെക്സ്റ്റ് പ്ലാൻ ഗ്രോത്തിന് ആവശ്യമായ CO2 നമ്മൾ റെഡിയാക്കുകയാണ്. അതിന് ഫസ്റ്റ് നമ്മൾ ബബിൾ കൗണ്ടറിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കാലിയാക്കി വെക്കും. അത് ബബിൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതും നമ്മൾ സൊനോഫായിട്ട് കണക്റ്റഡ് ആണ്. ദിവസം 8 മണിക്കൂറാണ് ഇത് നമ്മൾ ഓണാക്കി വെക്കുക. ഇതും ലൈറ്റും ഒരേ സമയത്താണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുക. ഈ ബബിൾ കൗണ്ട് 1 സെക്കൻഡിൽ 1 എന്ന രീതിയിൽ മാത്രമേ പാടുള്ളൂ. നമ്മളെ ആവശ്യം അനുസരിച്ചിട്ടാണത്. ഈ ഒരു ഡിഫ്യൂസറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ബബിൾസ് പുറത്തേക്ക് വരും. സീക്കം ഫ്ലോറിഷ് എക്സൽ ഇതിൽ CO2 ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ആൾട്ടർനേറ്റീവാണ്. സീക്കം ഫ്ലോറിഷ് ആണിത്. ഇത് ലിക്വിഡ് ഫെർട്ടിലൈസറാണിത്. അതേപോലെ തന്നെ ഫൈനലി സീക്കമിൻ്റെ ക്ലാരിറ്റി, വെള്ളത്തിലെ ക്ലൗഡിനെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഇത് 24 hours വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ് ക്ലീൻ ആയി കിട്ടും. ഫിഷ് ആഡ് ചെയ്യും മുന്നേ ഞാൻ മൊത്തത്തിൽ 4 വട്ടമാണ് അക്വേറിയം ഞാൻ സൈക്കിൾ ചെയ്തത്. അതായത് 20% വാട്ടർ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ സൈക്ലിംഗ് ചെയ്തത്. ട്രോപ്പിക്ക സ്പെഷ്യലൈസ്ഡ് ന്യൂട്രീഷൻ പ്ലാൻ ഗ്രോത്തിന് വേണ്ട എല്ലാത്തരം ന്യൂട്രിയൻസും ഈ ഒരു ലിക്വിഡിൽ കിട്ടും. നമുക്കിത് ആഴ്ചയിൽ 3 നമ്മൾ കൊടുക്കുന്നത്.
സോ ഫൈനലി ഞാൻ കുറച്ചധികം പ്ലാന്റ്സ് ആഡ് ചെയ്യാണ്. അക്വാ ഫ്ലോറ എന്ന ഇപ്രാവശ്യം നമ്മൾ ചൂസ് ചെയ്ത ബ്രാൻഡ്. ഇതിലെൻ്റെ ഫേവറേറ്റ് മോണ്ടെ കാർലോ ആണ്. പിന്നെ 2 ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഉണ്ട്. ഒരെണ്ണം വാട്ടർ ലില്ലിയാണ്, ഫ്ലവറിങ് പ്ലാന്റ് ആണത്. അത് ചെറിയൊരു കട്ട് പീസാണിത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ് ഈ ഒരു പ്ലാന്റ്. ഇത് നമ്മൾ കല്ലിൽ നമ്മൾ സൂപ്പർ ഗ്ലൂ ഇട്ടിട്ട് അതിലോട്ടേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡ്രൈ ആവും. ഈ പ്ലാന്റ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിൻ്റെ ആവശ്യമില്ല. വുഡ്, റോക്ക്, അങ്ങനെ ഏത് സർഫസ് ആണെങ്കിലും ഈസി ആയിട്ട് ഇത് വളരും. ഫൈനലി ഒരു മാസത്തിന് ശേഷം നമ്മൾ ഫിഷിന് ആഡ് ചെയ്യാണ്. ഇപ്രാവശ്യം ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ഫിൻ ടെട്രയാണ്. സ്കൂളിംഗ് ഫിഷാണിത്. അതേപോലെ തന്നെ ഓറഞ്ച് ഷ്രിംസും ഉണ്ട്. ഫിഷിന് ഒരു സ്ട്രെസ്സും കൊടുക്കാണ്ടാണ് നമ്മൾ അക്വേറിയത്തിലേക്ക് നമ്മൾ വിടുന്നത്. നിങ്ങൾ ഈ കാണുന്ന ബബിൾസൊക്കെ ഫോട്ടോസിന്തസിസ് ആണ്. കൂടുതൽ ഫിഷിന് നമ്മൾ വീണ്ടും 2 ആഴ്ചയ്ക്ക് ശേഷം ആഡ് ചെയ്യണം. ചെറി ഷ്രിംസ്, നിയോൺ ടെട്രാസ് ആണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സ്നെയിലും പിന്നെ കുറച്ച് ബോട്ടം ഫീഡേഴ്സ് നമ്മൾ പ്രാവശ്യം എടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളെ അക്വേറിയം കംപ്ലീറ്റ്ലി സെറ്റായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഈ ഒരു അക്വേറിയം നമ്മൾ എങ്ങനെയാണ് മെയിൻ്റെനൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ചെടികളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് ട്രിം ചെയ്യുന്നത്, സോ അതൊക്കെയാണ് ഇനി അടുത്തൊരു വീഡിയോ. അപ്പോൾ ശരി, ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ബൈ.